ഇനി ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ്. ആലപ്പുഴയിലെ വിവാദ കാർണിവൽ നടത്തിപ്പിൽ കരാർ ലൈസൻസി മറച്ചുവിറ്റതായുള്ള രേഖകളാണ് ന്യൂസ് 18 ലഭിക്കുന്നത്. 1 കോടി രൂപയ്ക്കാണ് കരാർ എറണാകുളം സ്വദേശി ഫയാസ് റഹ്മാൻ എന്നയാൾക്ക് മറിച്ചുവിറ്റത്. സിയാൻ കമ്പനി ഉടമ ഷിഫാനയുടെ പേരിൽ ആണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് അനുമതി നേടിയെടുത്തിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശി സുനിൽ ആണ് പോർട്ട് ഓഫീസിൽ കെട്ടിവെക്കാനുള്ള തുക ഷഹാനയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയത്. വിവാദ കാർണിവലിന് അനുമതി നേടിക്കൊടുക്കാൻ സുനിലിന് ആലപ്പുഴ നഗരസഭയിലെ കൗൺസിലർമാരുടെ സഹായം ലഭിച്ചതായും വ്യക്തമാവുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ ബീച്ചിൽ വലിയ തോതിൽ മലിന ജലം ഉണ്ടാകുന്ന സാഹചര്യം, കക്കൂസ് മാലിന്യം അവിടെ ഉപേക്ഷിച്ചു പോകുന്ന പശ്ചാത്തലം, അതിനൊപ്പം ഈ കാർണിവലിൽ പങ്കെടുത്തവർക്കുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോഴിതാ ഈ കരാർ തന്നെ ലൈസൻസി മറച്ചു വിൽക്കുകയായിരുന്നു എന്ന വിവരം കൂടിയാണല്ലോ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും. അതായത് അഭിലാഷ്, ആലപ്പുഴ ബീച്ചിൽ നടന്ന ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് നിരവധി അത് വഴിവിട്ട വഴിയിലാണ് ഇത് പോയത് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോടികൾ ഉണ്ടാക്കിയ ഒരു കാർണിവലുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ബീച്ചിലുണ്ടായ പരിസ്ഥിതി നാശമാണ്. ബീച്ചിന്റെ പല ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് ആലപ്പുഴ ബീച്ചിന്റെ മണൽ തീരത്തിൽ ഈ ഇത്രയധികം ലാഭം ഉടമകൾക്ക് ലഭിച്ച ഈ കാർണിവലിന്റെ ഭാഗമായി അവർ യാതൊരുവിധ ശാസ്ത്രീയ ക്രമീകരണങ്ങളും ഒതുക്കാതെ കുഴിക്കക്കൂസുകളടക്കം നിർമ്മിച്ച് ആലപ്പുഴ ബീച്ചിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ CRS ഹൈറ്റൈഡ് ലൈനിൽ വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇടത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ 90 അടി ഹൈറ്റുള്ള നിർമ്മാണങ്ങൾ ഉണ്ടായത് എന്നുള്ള ചോദ്യം അടക്കം നടക്കുന്നു. ഇപ്പോൾ തീരദേശ പരിപാലന നിയമം അനുസരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഈ കാർണിവലുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉയർന്ന ചോദ്യമായിരുന്നു, പാലക്കാട് സ്വദേശിയായ ആളാണോ ഇതിന് പിന്നിൽ എന്നുള്ളത്. പാലക്കാട് ബേസ് ആയിട്ടുള്ള ഒരു കമ്പനി, സിയാൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കരാർ ആലപ്പുഴ നഗരസഭയുമായി ഒപ്പുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിയാൻ എന്ന കമ്പനിയുടെ ലൈസൻസിയായ ഷഹാനയാണ് ആലപ്പുഴ പോർട്ടിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസിയായി വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന രേഖകൾ പ്രകാരം ഇത് ഈ ഷഹാന അല്ല ഈ നടത്തിപ്പുകാരി എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ്, അതായത് ആ കരാർ മറിച്ച് വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട്, ആലപ്പുഴയിലെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള നഗരസഭ കേന്ദ്രീകരിച്ചുള്ള നേതാക്കന്മാർക്കടക്കം ഇതിനകത്ത് കൃത്യമായ പങ്ക് ഉണ്ട് എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇത്രയധികം അനധികൃതമായി 2 മാസക്കാലം ഈ പ്രവർത്തനം നടന്നിട്ടും ഇതിനകത്ത് എന്ത് നടന്നു എന്ന് ഒരു അന്വേഷണവും നടക്കാതെ പോയത് എന്ന് തന്നെയാണ്. ഇത് മറനീക്കി പുറത്തു വന്നത് ഇത് പൊളിക്കുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ കരാർ പ്രകാരം 1 കോടി രൂപയ്ക്ക് സിയാൻ കമ്പനിയിൽ നിന്നും ഇത് ഈ കരാർ മറിച്ച് വിൽക്കപ്പെട്ടു എന്നുള്ളതാണ്. സിയാൻ കമ്പനി ഉടമ ഷഹാനയിൽ നിന്നും ഈ ഷഹാനയുടെ ഉടമസ്ഥതയിലുള്ള ആ ലൈസൻസ് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ഈ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എറണാകുളം സ്വദേശിയായ വ്യക്തിയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എറണാകുളം സ്വദേശി ഫയാസ് റഹ്മാൻ എന്ന ആളാണ് ഈ കരാർ മറിച്ച് വിൽക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആലപ്പുഴ സ്വദേശിയായ സുനിൽ എന്ന വ്യക്തിയാണ് വിവാദ കാർണിവലിനായി ഈ ആലപ്പുഴ പോർട്ടിലടക്കം കെട്ടിവെക്കാനുള്ള തുക ഷഹാനയ്ക്ക് നൽകിയതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ഈ കരാർ പ്രകാരം വ്യക്തമാകുന്നുണ്ട്. ആ തുക സുനിലിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങോട്ട് മാറുള്ളത്. അപ്പോൾ ആലപ്പുഴ സ്വദേശികൾക്ക് ഇതിനകത്ത് ഈ കാർണിവൽ നടത്തിപ്പിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ അടക്കം വരുത്തി വെച്ചത് ഈ ലൈസൻസിയായ വ്യക്തികൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ കാർണിവലുകൾ നടത്തിയിട്ടുള്ളതാണ്. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത് നടന്നു പോയിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ ഈ കരാർ പ്രകാരം ഈ സുനിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഒപ്പം തന്നെ ഈ ഫയാസ് റഹ്മാൻ എന്ന എറണാകുളം വ്യക്തിയും ആലപ്പുഴയിലെ ചില രാഷ്ട്രീയ നേതൃത്വവും കൂടെ ചേർന്നിട്ട് അവരാണ് ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അശാസ്ത്രീയമായ രീതിയിലായിരുന്നു ഇതിന്റെ ഓരോ ദിവസത്തെയും മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കരാറിൽ വ്യക്തമാക്കുന്നത് 1 കോടി രൂപ നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഈ കരാർ നടക്കുന്ന ഭൂമി, അതായത് വിവിധ ഇടങ്ങളായി തിരിച്ച് ഫുഡ് ഫെസ്റ്റിവൽ, ഒപ്പം തന്നെ വണ്ടർഫോൾസ് എന്ന കൃത്രിമ വെള്ളച്ചാട്ടം, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പൂക്കളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഗാർഡൻ ഉൾപ്പെടെയുള്ള
നിർമ്മാണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും ഈ കരാറിൽ ഉണ്ടായിരുന്നത് പ്രകാരം ഈ കോമ്പൗണ്ട്, അതായത് ഈ പോർട്ടിന്റെ അധീനതയിൽ നിന്ന് ഈ ഷിയാൻ എന്ന കമ്പനി വാടകയ്ക്കെടുത്ത കോമ്പൗണ്ടിൽ പോലും അവർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ സുനിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം തന്നെ ഈ ഫയാസ് റഹ്മാൻ എന്ന രണ്ടാം കക്ഷിക്കാണ് എന്നുള്ളതാണ് ഈ കരാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടന്ന പൂർണ്ണമായ മലിനീകരണത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇവർ കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇത്രയും ദിവസം ഇവരുടെ പേരുകൾ പുറത്തേക്ക് വന്നിരുന്നില്ല, മറിച്ച് ഇവിടെ ഈ സംഭവം നമ്മൾ പാലക്കാട് സ്വദേശികളുമായി ബന്ധപ്പെട്ടപ്പോൾ, അതായത് യഥാർത്ഥ ലൈസൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യഥാർത്ഥ ലൈസൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ തുക ലഭ്യമായില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അടക്കം ഇടപെട്ട് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ പോലും കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പാലക്കാട് സ്വദേശികളിൽ നിന്നും ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ബീച്ചിൽ ഇത്രയധികം നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ചരടുവലിയും നടന്നത് ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ കരാറിൽ ഒപ്പിട്ടു എന്ന് കാണുന്ന ആളുകൾ പോലും ഒരുപക്ഷെ ഇത് ബിനാമികളാകാം. അതിനപ്പുറത്തേക്ക് ഇതിന് നേതൃത്വം കൊടുത്തവർ കൃത്യമായി ആലപ്പുഴ നഗരസഭയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് അടുത്ത ഓണം വരെ ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തി അടുത്ത ഓണത്തിന് കൂടി ഇത്തരത്തിലൊരു സംഭവം നടത്തി അതിന്റെ ലാഭം കൊയ്യുന്നതിനുള്ള ഗൂഢ നീക്കമായിരുന്നു എന്നതാണ് ഇത് പൂർണ്ണമായി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അഭിലാഷ്, ശരി, അതാണ്. എന്തായാലും അധികൃതരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വൻ ക്രമക്കേട് അവിടെ നടക്കുകയുള്ളൂ എന്ന് വേണം നമുക്ക് ആധികാരികമായി മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ തട്ടിപ്പാണ് അവിടെ നടന്നത്, വലിയ കൊള്ളയാണ് നടന്നത്. അതിൽ തീർച്ചയായും നഗരസഭ അധികൃതർക്ക് പങ്കുണ്ടോ, ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടിയാണോ എന്നതിലൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള വിവരമാണ് പുറത്തു വരേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.